ലഞ്ചിന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിൽ മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഗ്യാസിന് നല്ല റേറ്റ് ആണ്, കിട്ടാനും ഇല്ല. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ കൂടുതൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യല്. ഇതിപ്പോൾ അയൽവാസികൾ കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ ഒന്ന് ഇരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. മധുരം കുഴപ്പമില്ലാത്ത മധുരമൊക്കെ ഉണ്ട്. ചക്കക്കുരു അതിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നാളെ കൈപ്പങ്ങൻ്റെ കൂടെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചക്കപ്പണി ചെറുതാണെന്നുണ്ടെങ്കിലും കയ്യുമ്പോൾ ഓയിലാക്കിയില്ലെങ്കിൽ വളഞ്ഞുണ്ടാവും. അപ്പോൾ ഋഷു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓന് രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ഇഡലിയാണ് കൊടുക്കുന്നത്. ഫുഡിന്റെ കൂടെ കുടിക്കാൻ ഋഷുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നന്നാരി സിറപ്പാണ് ചേർക്കുന്നത്. ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന നന്നാരി സിറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്യാത്ത നാച്ചുറൽ നന്നാരി സിറപ്പാണ് കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഋഷുവിനും എനിക്കും ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചായയോ അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസോ വേണ്ട, അല്ലെങ്കിൽ ചങ്കന്ന് ഇറങ്ങി പോവില്ല. രാവിലത്തെ ബാക്കി കുറച്ച് ഇഡലി ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാനൊരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കും. എനിക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം, ഇഡലി അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഋഷുവിന് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ദോശയും സാമ്പാറും കേട്ടോ കഴിക്കണം. 12 മണിയായ എനിക്കൊരു വിശപ്പുള്ളതാണ്. അപ്പോൾ ചക്കമടൽ പുറത്ത് കൊണ്ടുപോയിട്ടപ്പോൾ കേട്ടോ ഞാനിങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണത്. ഞങ്ങളെ പേരക്ക മരത്തുമ്പോൾ ഇന്നലെ നല്ല പോലെ 2 പേരൊക്കെ മൂത്ത് നിന്നിട്ടുണ്ടായിട്ട് ഇന്ന് നോക്കുമ്പോൾ അത് കാണാനില്ല. മൂത്ത് നിൽക്കണ കാണുമ്പോൾ ഇന്ന് പറിക്കാം നാളെ പറിക്കാന്ന് വിചാരിക്കും. അവസാനം പിന്നെ ചാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ പറിക്കേണ്ട കാര്യം ഓർമ്മ വരിക. ഞാൻ അപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ ചാടി കിടക്കുകയാണ് കേട്ടോ ആ തൊടുവില്. ഋഷു മതിൽ ചാടി അവിടുന്ന് ആ പേരൊക്കെ എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓന് മതിൽ ചാടി ഇറങ്ങിയതാണ്. പക്ഷെ അവന് ചെറിയൊരു പേടിന് കേട്ടോ, പാമ്പൊക്കെ ഉണ്ടാവോന്നാവോന്ന് പറയുന്നുണ്ട്. പേരക്കമ്മ പുഴു ഒരിക്കൽ വരെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്നും ഇപ്പം എടുത്തിട്ടില്ലെങ്കിൽ ഒന്നിനും പറ്റൂല എന്നാണ് തോന്നുന്നത്. മിനിഞ്ഞാന്നോ അറ്റ്ലീസ്റ്റ് ഇന്നലെങ്കിലും പറിക്കായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് കിട്ടീനു. അപ്പം ചെറുത് കേടായിരുന്നു കേട്ടോ. വലുതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല.